നമസ്കാരം. ഇലക്ട്രോണിക്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്ന 10ാം ക്ലാസ് പാസ്സാർക്ക് വേണ്ടിയുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്റലിജൻസ് ബ്യൂറോയിലെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളതിലേക്ക് ഓൺലൈനായിട്ട് 2025 ഡിസംബർ 14 വരെ അപേക്ഷിക്കാൻ കഴിയും. കേരളത്തിലും അവസരമുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനി ലഭിക്കാനായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിനുള്ള ഇന്റലിജൻസ് ബ്യൂറോയിലാണ് വേക്കൻസി. ആകെ 362 ഒഴിവുകളാണുള്ളത്. കേരളത്തിലെ 13 വേക്കൻസികൾ തിരുവനന്തപുരത്തുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇതിലേക്കുള്ള പോസ്റ്റ് ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ ഗ്രൂപ്പ് സി നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണ്. 18,000 മുതൽ 56,900 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. ബേസിക് പേ 18,000ന്റെ 20% കൂടി അഡീഷണൽ നമുക്ക് സ്പെഷ്യൽ അലവൻസ് ആയിട്ട് ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എക്സ്ട്രാ ജോലി ചെയ്ത് അതിന് പേയ്മെന്റും ലഭിക്കും. 30 ദിവസം സാലറി മാക്സിമം വരത്തക്ക രീതിയിൽ അതും എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. വേണ്ട യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇന്ത്യക്കാരായിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ ക്ലോസിംഗ് ഡേറ്റ് ആയ ഡിസംബർ 14 മുമ്പ് പാസ്സായവർ മാത്രം അപേക്ഷിച്ചാൽ മതി. പ്രായം പറഞ്ഞിട്ടുള്ള 18 വയസ്സിനും 25 വയസ്സിനും ഇടയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 14/12/2025 അടിസ്ഥാനമാക്കിയാണ് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ ഉയർന്ന പ്രായത്തിൽ 5 വർഷവും OBC നോൺ ക്രിമിനൽക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതോടൊപ്പം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സെർവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കണം. ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. എക്സാമിനേഷൻ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ഓൺലൈൻ എക്സാമിനേഷൻ ടയർ 1 എക്സാമിനേഷൻ, ടയർ 2 എക്സാമിനേഷൻ ഉണ്ട്. ടയർ 1 ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 100 മാർക്കിന്റെ 1 മണിക്കൂർ നീണ്ടിരിക്കുന്ന പരീക്ഷയായിരിക്കും. ജനറൽ അവയർനെസ് 40 ചോദ്യങ്ങൾ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 20, ന്യൂമറിക് എബിലിറ്റി 20, ഇംഗ്ലീഷ് ലാംഗ്വേജ് 20, അങ്ങനെയാകെ 100 ചോദ്യങ്ങളും 100 മാർക്കുമായിരിക്കും ഉണ്ടായിരിക്കുക. അതിനുശേഷം അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്കാണ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും. അതിൽ ക്വാളിഫൈങ് നേച്ചർ മാത്രമേ ഉള്ളൂ. 50 മാർക്കിന്റെ ഒരു പരീക്ഷ, 1 മണിക്കൂർ നീണ്ടുന്ന പരീക്ഷ. അത് ക്വാളിഫയിങ് നേഷൻ മാത്രമേ ഉള്ളൂ. അതിൽ ടയർ 1 എക്സാമിനേഷനുള്ള സെന്ററുകളാണ്. കേരളത്തിലെ വിവിധ സെന്ററുകളുണ്ട്. ഏതെങ്കിലും ഇഷ്ടമുള്ള 5 സെന്ററുകൾ നമുക്ക് പ്രിഫറൻസ് അനുസരിച്ച്, മുൻഗണന അനുസരിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവയാണ് കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും 5 സെന്റർ ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ സെലക്ഷൻ ആദ്യം ടയർ 1 എക്സാമിനേഷനിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്കാണ് ടയർ 2 എക്സാമിനേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ അത് എഴുതാൻ അവസരം ലഭിക്കുക. അതിൽ ടയർ 1 എക്സാമിനേഷന് അൺറിസേർവ്ഡ് കാൻഡിഡേറ്റ്സ് 30 മാർക്കും, 100-ൽ 30 മാർക്കും, OBC-കാർ 28 മാർക്കും, SC/ST കാൻഡിഡേറ്റ് 25 മാർക്കും, EWS ആണെങ്കിൽ 30 മാർക്കും സ്കോർ ചെയ്യുന്നവർക്ക് മാത്രം നമുക്ക് അടുത്ത ലെവലിലേക്ക് ടയർ 2ലേക്ക് എക്സാമിനേഷൻ പെർമിഷൻ ലഭിക്കുകയുള്ളൂ. അത് ക്വാളിഫയിങ് നേച്ചർ മാത്രമുള്ള ടയർ 2. അതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ടയർ 2 എക്സാമിനേഷന് ഇത് ക്വാളിഫയിങ് നേച്ചർ മാത്രം 50-ൽ 20 മാർക്ക് ലഭിച്ചാൽ മതിയാവും എന്ന കാര്യം ഓർമ്മിക്കുക. അതിൽ ടയർ 1 ക്വാളിഫൈ ചെയ്യുന്നതിൽ 10 ഇരട്ടി പേര്, അതായത് എത്ര വേക്കൻസി ഉണ്ടോ അതിന്റെ 10 ഇരട്ടി ആൾക്കാരെ ടയർ 2 എക്സാമിനേഷന് വേണ്ടി വിളിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്വന്തം ചെലവിൽ എക്സാമിനേഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകണം എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്കുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് ഇന്ന് മുതൽ, അതായത് 2025 നവംബർ 22 മുതൽ ഡിസംബർ 14 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഫീസ് അടയ്ക്കാൻ വേണ്ടി ഓൺലൈനായിട്ട് 2 ദിവസം കൂടെ സമയമുണ്ട്. ഡിസംബർ 16 വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ അവസരം ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കുകയും രജിസ്ട്രേഷൻ എല്ലാം ചെയ്യണം. വെബ്സൈറ്റ് www.mha.gov.in അല്ലെങ്കിൽ NCS പോർട്ടലായ www.ncs.gov. ഈ 2 സൈറ്റ് വഴി വേണം അപേക്ഷിക്കാൻ കാര്യം മനസ്സിലാക്കുക. മറ്റു മോഡലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ശ്രദ്ധിക്കുക. അപേക്ഷിക്കാൻ വേണ്ടി നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്യുക. അത് നോട്ടിഫിക്കേഷൻ ശേഷം ഐ എഗ്രി എന്ന് ആദ്യം ടിക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ രജിസ്ട്രേഷൻ ബാർ സൈനപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID, മൊബൈൽ നമ്പറും ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം സെക്കൻഡ് സ്റ്റേജിലേക്കാണ് നമ്മൾ ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ആ ഒരു ഫോട്ടോ ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക, സിഗ്നേച്ചർ ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം കാര്യം കൂടി ഓർമ്മിക്കുക. അതൊക്കെ സെക്കൻഡ് സ്റ്റേജിലേക്ക് ആണ്. അങ്ങനെ ബാക്കി കാര്യങ്ങളൂടെ ഫില്ല് ചെയ്തതിനു ശേഷം ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഒരു കറക്ഷൻ പറ്റില്ലാത്തതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപേക്ഷാ ഫീസ് ഉണ്ട്. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. അതോടൊപ്പം എല്ലാ കാൻഡിഡേറ്റ്സും പ്രോസസിംഗ് ഫീ ആയിട്ട് 550 രൂപ നൽകണം. എന്നാൽ അപേക്ഷാ ഫീസ് 100 രൂപ. മെയിൽ കാൻഡിഡേറ്റ്സ് അൺറിസേർവ്ഡ് EWS OBC കാറ്റഗറിയുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം 100 രൂപ എക്സ്ട്രാ കൊടുക്കണം. അവർക്ക് 650 രൂപ ഫീസ്. ബാക്കി എല്ലാവർക്കും 550 രൂപയായിരിക്കും. അതെല്ലാ കാൻഡിഡേറ്റ്സിനും ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കുക.
വ്യക്തമാക്കുക. അതായത് വനിതകളെ, SC/ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവർക്ക് ഒന്നും, എക്സ് റിസർവ് കാൻഡിഡേറ്റ്സ് ഒന്നും ഫീസ് ഇല്ല. അവർക്ക് 550 രൂപ മാത്രം മതിയാവും. അപേക്ഷാ ഫീസ് 100 രൂപയുള്ളൂ. ബാക്കി പ്രോസസിംഗ് ഫീ ആയിട്ടാണ് 550 രൂപ വാങ്ങുന്നത്. അത് എല്ലാ കാൻഡിഡേറ്റ്സും കൊടുക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഓൺലൈനായിട്ട് തന്നെ നമ്മൾ ഫീസ് അടയ്ക്കണം. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള പേയ്മെന്റ് ഗേറ്റ് വേ ഉണ്ട്. അങ്ങനെ ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കാൻ വേണ്ടി അവസരം നമുക്ക് ലഭിക്കും എന്ന കാര്യം ഓർമ്മിക്കുക. ക്ലോസിംഗ് ഡേറ്റ് 2025 ഡിസംബർ 14 ഒരിക്കൽ കൂടി ഓർമ്മിക്കുക. ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഒന്നുകൂടി ഞാൻ പറയാം. www.mha.gov.in എന്നുള്ള മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ വെബ്സൈറ്റ് വഴി, അല്ലെങ്കിൽ NCS പോർട്ടലായ www.ncs.gov.in, ഈ 2 സൈറ്റ് വഴി നിങ്ങൾക്ക് ഡിസംബർ 14 വരെയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇന്ന് മുതൽ സൈറ്റ് ഓപ്പൺ ആണ്. താല്പര്യമുള്ളവർ, 10ാം ക്ലാസ് ജയിച്ചവർ ഇതിലേക്ക് അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. താങ്ക് യു.